ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ മുന്തസ പാർക്കിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഇത് ലാസ്റ്റ് ഭാഗമാണ്. കാട കണ്ടോ, കാട പക്ഷികൾ മോർണിംഗ് വരുമ്പോൾ ഒരുപാട് ബേഡുകളുണ്ട് കേട്ടോ. ഇതിൽ മൈന, ഇത് കണ്ടോ മൈന, ഒരുപാട് മൈനകൾ. ഇതുണ്ടോ, എന്ന് സൂം ചെയ്ത് കാണിച്ചാണ്. ഇതിപ്പോൾ കുറവാണ് ശരിക്കും പറഞ്ഞാൽ, രാവിലെയും കൂടുതലൊക്കെ കാണാറുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ പാർക്കിൻ്റെ ലാസ്റ്റ് ഭാഗം. ഇതിനകത്ത് ഞാൻ കുറച്ച് കൂടുതൽ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. ഇതാണ് അന്ന് ഞാൻ പറഞ്ഞില്ലേ വാദംകൊല്ലി എന്ന് പറയുന്ന ചെടിയുടെ, ഇതിൻ്റെ വലിയൊരു ഇത് കണ്ടപ്പോൾ ഞാൻ എടുത്താണ്. കുറേ ഫ്ലവേഴ്സായിട്ട് നിൽക്കുന്നുണ്ടപ്പോൾ എന്താ ഇതിൻ്റെ ഭാഗം ലാസ്റ്റ്. ഇവിടെ പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അല്ലേ, ഡെയിലി പണിക്കാരുണ്ടാവും. ഇന്നലത്തെ വീഡിയോയിൽ കുറച്ച് ഷെയ്ക്ക് ആയിട്ടുണ്ട് അല്ലേ വീഡിയോസ്. അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഞാൻ നിന്നെടുക്കുകയാണ്. ഉണ്ടോ, ഇതെല്ലാം ഇതിൽപ്പെട്ട കുറേ ഏരിയകളാണ്. ഇതുണ്ടോ, ഇത് കുഞ്ഞുങ്ങളുടെ, തീരെ ചെറിയ കുട്ടികളുടെ ഒരു കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് തീരെ കുഞ്ഞു പിള്ളേരുടെ, അതായത് 1 to 5 വരെ, 5 വരെയൊന്നുമില്ല, തീരെ കിഡ്സിൽ പെടുന്ന ചെറിയ കുട്ടികളുടെ ഇതിൽ പെടുന്ന ഉണ്ടോ, കൊച്ചു പിള്ളേർക്കുള്ള കളിക്കാനുള്ള. ഇതിനകത്ത് ഇതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ കളിച്ച് ഇത് ചെയ്ത് കുറച്ചൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാം പണിക്കാരുണ്ട്, എല്ലാ ദിവസവും പണിക്കാരുണ്ട് ഇവിടെ. നല്ല രസമുള്ളൊരു പാർക്കാണിത്. ഇവിടെ നമുക്ക് ഇപ്പോൾ തണുപ്പ് സമയം സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വൈകുന്നേരങ്ങളിൽ വരുമ്പോൾ ചായ, കാപ്പി, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. ചെറിയ ഈ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 3-4 കൊച്ചു കടകളുണ്ട്. അതാണ് ആ കാണുന്നതൊക്കെ. ചെറിയ ഷോപ്പുകൾ. പിന്നെ ഇതൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ എല്ലാം നിറച്ചുണ്ട്. ഇതുണ്ട്, എല്ലായിടത്തും ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നമുക്ക് ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള സൗകര്യമുണ്ട്. സ്റ്റൗവ്, ഗ്യാസ് അടക്കമുണ്ട്. ഉണ്ടോ, നമുക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന് ഉണ്ടാക്കി കഴിക്കാം. എന്താ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേനെ കടകൾ ഓപ്പൺ ആവുള്ളൂ കേട്ടോ. രാവിലെ ഒന്നും ഉണ്ടാവില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേനും ആൾക്കാർ കുറേ വരാൻ തുടങ്ങും. ആ സമയത്തേക്ക് ഈ കടകളെല്ലാം ഓപ്പൺ ആക്കി വെക്കും അവർ. ഇതും അതിൽപ്പെട്ടാണ്. ഐസ്ക്രീം ഒക്കെ ഉണ്ട്. കുറേ കടകളുണ്ട്. ആൾക്കാരുണ്ട്. മോർണിംഗ് വാക്കിന് ഇറങ്ങിയ ആൾക്കാരുണ്ട്. ഇന്ന് ഞാൻ ഈ ഭാഗം ഇതങ്ങ് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് നീങ്ങിയതാണ്. നടക്കാൻ ഇറങ്ങിയില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം നടക്കാൻ ഇറങ്ങാൻ. ഓക്കെ, ക്യാമറ ഉണ്ടോ, എല്ലായിടത്തും ക്യാമറ കേട്ടോ. ഭയങ്കര സുരക്ഷിതത്വമുള്ള സ്ഥലമാണിത്. ഇതെല്ലാം ഖത്തർ ഭയങ്കര, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ സ്നാക്സ് ഐറ്റംസും ചായ, കാപ്പിയൊക്കെ ഉണ്ടാവും. ചുക്ക് കാപ്പി ഉണ്ടാവും കേട്ടോ. ഈ തണുപ്പ് സമയമാകുമ്പോൾ ഇവിടെ ചുക്ക് കാപ്പി പ്രധാനമായിട്ടുണ്ടാവും. ഇതെല്ലാം ഈ ഏരിയപ്പെട്ടതാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ കാണിക്കാത്തൊരു ഏരിയ എന്ന് പറയുന്ന ലേഡീസിൻ്റെ ബാത്റൂമുണ്ട്. പിന്നെ സ്കേറ്റിംഗ് ഏരിയ ഉണ്ട്. പിന്നെ സ്കേറ്റിംഗ് പഠിപ്പിക്കുന്ന ഏരിയ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ആരെങ്കിലും മാഷുമാർ കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ. ഞാൻ കാണിക്കാം. ഈ ഒരു മരം കണ്ടോ, ഇത് ഈ സൈസ് മരം എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കണ്ടോ, ഇതിനകത്ത് ഇപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞു കേട്ടോ. എനിക്ക് തോന്നുന്നു
ജൂലൈ ഓഗസ്റ്റ് ആ സമയമൊക്കെ ഇങ്ങനെ നിറച്ച് കായ ഉണ്ടാവും. ഉണ്ടോ ഈ മരങ്ങളൊക്കെ അതിൻ്റെയാണ്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ കഴിക്കാൻ. എന്താ പറയുക, നമ്മുടെ ഈ പീച്ചിൻ്റെ അതുപോലെ ഒരു രസമാണ്. ഒരു വലിയ മധുരമില്ല, പിന്നെ കറുകറാന്ന് കഴിക്കാൻ പറ്റുന്നൊരു സാധനം. പേരെനിക്കറിയായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. നല്ല രസമുള്ള, കഴിക്കാൻ നല്ല രസമാണത്. പ്രാവ് കണ്ടോ, അങ്ങനെ കാണുന്നില്ല. ഇപ്പോൾ ചെറിയ വെയിൽ ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതെടുക്കുമ്പോൾ, വീഡിയോ എടുക്കുമ്പോൾ ഇച്ചിരി ക്ലാരിറ്റി കുറയും. ഇതെല്ലാം ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടം പോലെ. ഇതാണ് ഷോപ്പിൻ്റെ ഫ്രണ്ട് വശം. ഇതാണ് ലേഡീസിൻ്റെ ബാത്റൂം. സെയിം തന്നെയാണ്, ഒരേ ഇതിൽ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ആ മരമാണ് കേട്ടോ, അതിൻ്റെ പടർന്നു നിൽക്കുന്ന എല്ലാം ആ മരമാണ്, കായണ്ടാകുന്ന മരം. ആ സമയമാകുമ്പോൾ എല്ലാവരും പറിച്ച് കഴിക്കും കേട്ടോ. വീണ് കിടക്കും ഇഷ്ടം പോലെ ചുവട്ടിൽ, ആൾക്കാർ പറിച്ച് കഴിക്കാറുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്കേറ്റിംഗ് ഏരിയ, സ്കേറ്റിംഗ് പഠിപ്പിക്കുന്ന ഏരിയ. കുറച്ചധികം ഏരിയ ഉണ്ട് കേട്ടോ. അത് നീളത്തിൽ കിടക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ചെടികളുണ്ടെങ്കിലും അതിങ്ങനെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. കണ്ടോ, 4 സൈഡ് റൗണ്ടിൽ കെട്ടി ഭയങ്കര നീറ്റായിട്ട് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പൊക്കെ ഉണ്ട് നനയ്ക്കാനായിട്ട്. വെള്ളം തുറന്നിട്ടേക്കുന്നുണ്ടോ ചെടിയിലേക്ക്. ഓരോ ഏരിയ തിരിച്ച് അവർ വെള്ളം ഓപ്പണാക്കി വിടും, എല്ലായിടത്തും ഒന്നിച്ച് വിടാതെ ഓരോ ഭാഗം നനച്ച് വരും. ഉണ്ടോ ഉണ്ടോ വെള്ളം തുറന്നിട്ടിരിക്കുകയാണ്. എത്ര ഭംഗിയാണ് നോക്ക്. ഇത് നമ്മളാ സ്കേറ്റിങ്ങിൻ്റെ ഏരിയ കേട്ടോ അടിയിൽ കാണുന്നത്. അതായത് ഇങ്ങനെ കുറച്ചധികം ഏരിയ ഉണ്ട്. അപ്പോൾ ഇതോടെ ഇന്നത്തെ മുന്തസ പാർക്കിൻ്റെ വീഡിയോ തീരുകയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഞാനിപ്പോഴാണ് കേട്ടോ ഇത് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടെ സ്വന്തമായിട്ട് ചെയ്തിട്ടില്ല. ഇപ്പം എനിക്ക് തോന്നി വെറുതെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു മെമ്മറി ആയിട്ട് കിടക്കുമല്ലോ എന്നോർത്ത് ചെയ്യുന്നതാണ്. ഓക്കെ, ഉണ്ടോ ഇതെല്ലാം സ്കേറ്റിംഗ് ഏരിയ അങ്ങ് അറ്റം വരെ ഉണ്ട് കണ്ടോ. ഓക്കെ, താങ്ക് യു കൂട്ടുകാരെ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബൈ.